രാഹുൽ ഗാന്ധിക്ക് ഇനി CPM നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ ഈ രാജ്യത്തെ BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും പോരാടാൻ. 4000 കിലോമീറ്റർ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് പിടിക്കാൻ വേണ്ടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വെയിലും മഴയും കൊണ്ട് യാത്ര ചെയ്ത് ഈ നാട്ടിൽ മോഡിക്ക് ഭീഷണി ഉയർത്തിയ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടാണ് ഇവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത്. 21 കേസുകൾ BJPക്കെതിരെയും RSSനെതിരെയും പ്രസംഗിച്ചതിന്റെ പേരിൽ ഇന്ത്യയിലെ കോടതികളിൽ 21 കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണോ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അംഗത്വം റദ്ദാക്കിയിട്ട് പാർലമെന്റിൽ ഏത് സഖാവിന് എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ സ്വന്തം ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുത്തിയിട്ട് പോരാട്ട വീര്യം കാണിച്ച നേതാവിനോടാണ് പറയുന്നത്. രാഹുൽ ഇത് ഒന്ന് മനസ്സിലാക്കേണ്ട. വഖഫ് ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിലപാടെന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ അന്നും ഞാനാ പ്രസംഗിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റ് പ്രസംഗിച്ചു, ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗിച്ചു, ഞാൻ പ്രസംഗിച്ചു. ഞങ്ങളാരും കോൺഗ്രസ് നേതാക്കന്മാരല്ല. ഈ ചർച്ച ബില്ല് വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയാണ് യോഗം വിളിച്ചുകൂട്ടിയത്. ഇന്ത്യ മുന്നണിക്ക് അഖിലേഷ് യാദവിനോട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു, എന്തിനേറെ പറയുന്നു, തൃണമൂൽ കോൺഗ്രസിനോട് സംസാരിക്കുന്നു. എല്ലാവരോടും സംസാരിച്ച് ഇന്ത്യ മുന്നണിയുടെ യോഗം വഖഫ് ബില്ല് വരുന്ന തലേദിവസം വിളിച്ചുകൂട്ടിയത് രാഹുൽ ഗാന്ധിയാണ്. വിളിച്ചുകൂട്ടി ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചുകൂട്ടി നമുക്ക് എന്തെങ്കിലും പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ബില്ലിൽ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം. ഈ നാടിന്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണിത്. ഇന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ടായിരിക്കും, നാളെ ക്രിസ്ത്യൻക്കെതിരായിട്ടുണ്ടാവും, അടുത്ത ദിവസം പാർസിക്കും സിക്കിനും എതിരായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞ് നിങ്ങളാ പടവും വാർത്തകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്താണല്ലോ. അതിനുശേഷം കോൺഗ്രസ് എംപിമാരുടെ യോഗം മിനിഞ്ഞാന്ന് രാവിലെ 9:30 മണിക്ക് എല്ലാ കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചുകൂട്ടി. രാഹുൽ ഗാന്ധിയാണ് അധ്യക്ഷത വെച്ച് വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വെച്ചിട്ടുള്ള പറഞ്ഞത് വളരെ ശക്തമായിട്ട് ഓരോരാൾക്കും പ്രസംഗിക്കാനുള്ള നിർദ്ദേശം കൊടുത്ത രാഹുൽ ഗാന്ധിയാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ അനുമതി ഇല്ലാതെയാണല്ലോ ഞങ്ങളെല്ലാം വോട്ട് ചെയ്യും. ഞങ്ങൾ അന്നും പുലർച്ചെ 3 മണി വരെ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ കുറിച്ചിട്ടാണ് ഇപ്പം CPMന്റെ സഖാക്കൾക്ക് സങ്കടം. ചിലരും അതിന്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പൊ മനസ്സിലായില്ലേ? അതാണ് CPMന്റെ വിമർശനത്തിന് ആർക്ക് വിലയുള്ളത്? CPM ഈ കേസിൽ പോലും ഒത്തുകളിച്ചിട്ട് താങ്കൾ പറ. CPMന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കോൺഗ്രസിന് ആവശ്യമില്ല. എല്ലാ സമയത്തും തരം കിട്ടിയാൽ പോയിട്ട് മോഡിയുടെ കാല് പിടിച്ചിട്ട് തൊടുന്നേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ പേടിച്ച് വീഴുന്ന രംഗങ്ങൾ കേരളം ഒരുപാട് കണ്ടതാണ്. പേടിച്ച് വീഴുന്ന ഒരേ കാര്യമാണ്. അല്ല ഞാൻ പറയണ പോലെ നിങ്ങൾ പറയണോ? അല്ല ഞാൻ ഒരു കാര്യം പറയാലോ. ഞങ്ങളൊന്നാ പറഞ്ഞിരുന്നു, പ്രേമേന്ദ്രൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞ അക്കാര്യത്തിൽ മുനമ്പം വിഷയത്തിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതിന്റെ പേരിൽ ബില്ലിൽ കൊണ്ടുവന്ന് ക്ലോസ് വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബില്ലിൽ അതിനെ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്ന അത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. അത് ഒരു നിലപാടിലല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഒറ്റ നിലപാടേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയെ തരം കിട്ടയാലൊക്കെ ആക്ഷേപിച്ച് ആക്രമിച്ച് അയാളെ ഏറ്റവും മോശമായി കിട്ടുന്ന സംഘപരിവാറിന്റെ കൂടെ ഞങ്ങളും അങ്ങ് കൂടിയേക്കാം എന്ന് സഖാവ് തീരുമാനിച്ചാൽ സഖാവിന് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എപ്രാളത്തിലായിരിക്കും ഇപ്പോൾ. അതുകൊണ്ട് അതിൽ കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോ. പക്ഷെ ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. ഞങ്ങൾ മതേതരത്തിൽ വെള്ളം ചേർക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്ന പ്രശ്നമില്ല. എത്ര നഷ്ടം ഉണ്ടായാലും ഞങ്ങൾക്ക് നഷ്ടമോ ലാഭമോ നോക്കാറില്ല. അതിനകത്ത് ശക്തമായ നിലപാടാണ് ഈ കാര്യത്തിൽ സംഘപരിവാർ. ഇന്നലെ ഞങ്ങൾ ഉന്നയിച്ചതാണ്. എമ്പുരാൻ വിഷയം ഞങ്ങൾ ഇന്നലെ സഭയിൽ ഉന്നയിച്ചു. അതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചു സഭയിൽ. എല്ലാ ദിവസവും സഭയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സഭ എടുത്തു നോക്കണം. ഈ സഭയിലെ ദിവസങ്ങൾ CPMന്റെ പ്രതിനിധിയുടെ സംസാരവും ഞങ്ങളുടെ പ്രതിനിധിയുടെ സംസാരവും ഒന്നും എടുത്തു നോക്കണം. ലോക്സഭാ റെക്കോർഡിലുണ്ടല്ലോ. ഇത് ഞങ്ങളെ പറ്റി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. മണിപ്പൂരിന്റെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രിയല്ലല്ലോ, പുലർച്ചെ. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ അത്ര വൈകിട്ട് അത്? അതിലകത്ത് തന്നെ BSc കൂടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ്. ആ കാര്യത്തിൽ അവർക്ക് മണിപ്പൂർ വിഷയത്തിന്റെ പ്രയോറിറ്റി അത്രേ ഉള്ളൂ. BJPക്ക് ഈ മണിപ്പൂരിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം അടുത്ത കാലത്തൊന്നും കാണാത്തത് കണ്ട മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെ റീപ്ലേസ് ചെയ്യുന്ന ആ ഓർഡിനൻസ് റീപ്ലേസ് ചെയ്യുന്ന ബില്ല് പ്രമേയം അത് പാസ്സാക്കാൻ ഇന്നെന്തവർക്ക് പാസ്സായിക്കൂടെ?
ഇന്നൊരു മണിക്കൂർ ചർച്ച ചെയ്തുകൂടെ? ഇന്നലെ ചർച്ച ചെയ്തുകൂടെ ലോക്സഭ? ഇന്ന് രാജ്യസഭ ചർച്ച ചെയ്തുകൂടെ? ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞതാണ്. അവസാനം BScയിൽ നിന്ന് ഇറങ്ങിപ്പോവായിരുന്നു ഇന്ത്യൻ ഓപ്പോസിഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ എതിർത്തു, ശക്തമായി എതിർത്തു. അവരങ്ങ് ഭൂരിപക്ഷമുണ്ടെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങൾ സ്പീക്കറോടും പറഞ്ഞത്. കഴിഞ്ഞ ഈ സമ്മേളന കാലഘട്ടത്തിലെല്ലാം പറഞ്ഞത് ഇതാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് വഖഫ് ബില്ലിൽ കോൺഗ്രസിന്റെ ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോൾ? അതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ കാര്യത്തിൽ ഇത് വഖഫ് ബില്ലെന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ജനാധിപത്യ അവകാശങ്ങളെയും മതേതരത്വത്തെയും കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്യുന്ന സമീപനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് നിലപാട്. മനസ്സിലായല്ലോ? അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതിനകത്തുള്ള സ്വീകരിക്കാൻ ആവശ്യമുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും.